സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ക്വിക്ക് റിവിഷനാണ്. PSC ചോദിച്ചിട്ടുള്ളതും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതുമായ വളരെ പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? JC ബോസ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല? വയനാട്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? പ്രകീർണനം. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? K. ശ്രീകുമാർ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര? ഹിമാചൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി? 10ാം പഞ്ചവത്സര പദ്ധതി. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള? നെല്ല്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വച്ചാണ്? ചെറുകുടൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം? കാനഡ. ഏതിന്റെ അയിരാണ് ഗലീന? കറുത്തീയം. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ്. വിറ്റാമിൻ D. വൈറ്റ് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്? ക്ഷയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം? സർവഭവന്തു സുഖിനോ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു? ബോഡിറ്റെല്ല പെർട്ടുസിസ്. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ലെപ്രെ. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം? 1875. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചതാര്? ഗിരിജ വ്യാസ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആര്? ജസ്റ്റിസ് D. ശ്രീദേവി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ്? കോൺവെക്സ് ലെൻസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്നത്? ന്യൂ ഹൊറൈസൺസ്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത്? അയോണുകൾ.
മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ ഇലക്ട്രോപ്ലേറ്റിംഗ്. ജടായുപാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമേത്? കൂടിയാട്ടം. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം കറുപ്പ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ്? പാക് കടലിടുക്കിലാണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറിക് പ്രഭു. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ബാങ്ക് മുദ്രാ ബാങ്ക്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റ്. മരുഭൂമിയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദം. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാർ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6. കശുവണ്ടിയുടെ തോടിലടങ്ങിയിരിക്കുന്ന ആസിഡ്
അനാകാർഡിക് ആസിഡ്. കേരളത്തിൽ ആകെ എത്ര നദികൾ? 44. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം? മഗ്നീഷ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം? സെല്ലുലോസ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്? ക്രൂഡ് ഓയിൽ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം? ശുക്രസംധരണം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽ പെടുന്നു? തൃതീയ മേഖല. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്? സൾഫ്യൂരിക് ആസിഡ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാർ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? 18 വയസ്സ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം? അകാലികൾ. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്? B.O. ചിദംബരം പിള്ള. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ബിറ്റുമിനസ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഡ്കെ. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ആര്? ഫെഡറിക് സോഡി. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം? 8. കരിമീനിന്റെ ശാസ്ത്രീയ നാമം? എട്രോപ്ലസ് സുറൈറ്റൻസിസ്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? 1965. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആര്?
അബനീന്ദ്രനാഥ ടാഗോർ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ് നദി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് ആര്? CV രാമൻ പിള്ള. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം? 1996. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി? ടീസ്റ്റ. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? കോവിലൻ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ? 2. അവ സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ട സ്മരണകൾ. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP? R ശ്രീലേഖ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ? തിരുവനന്തപുരം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി? വളപട്ടണം പുഴ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം? വയനാട്. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? വയനാട് വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? നെയ്യാർ വന്യജീവി സങ്കേതം. മഴ നിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം? ചിന്നാർ. 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? പൂക്കോട് തടാകം, വയനാട് ജില്ല. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം? യോഗനാഥം. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷ? ഉറുദു. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം? വ്യാഴം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി. നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നാടകം.
ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം. 1859. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മണി മംഗലം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യ വിള പരുത്തി. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്ന് 1984 മെയ് 24. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പറയിപ്പറ്റ പന്തീരുകുലത്തെ അവലംബിച്ച N. മോഹനൻ രചിച്ച നോവൽ ഇന്നലത്തെ മഴ. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടി. മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത പ്രതിഭ റോയ്. തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് തീയാട്ട്. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏത്? അഷ്ടമുടിക്കായൽ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായൽ. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം. ആലുവാപ്പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, എറണാകുളം. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാട്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്ന പുസ്തകം രചിച്ചത് ആര്? AK ഗോപാലൻ. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? ദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. ആരുടെ ജന്മസ്ഥലമാണ് പാട്യം? വാഗ്ഭടാനന്ദൻ. ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? ഡോക്ടർ പൽപ്പു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത്
മന്നത്ത് പത്മനാഭൻ. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ്? വക്കം മൗലവി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്? ബെൻ കിങ്സ്ലി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി? തെർമോലൂമിനസെന്റ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? ടേബിൾ ടെന്നീസ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഗുരുദത്ത് സോന്തി. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം? സോജില ചുരം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബാരോമീറ്റർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ? AR റഹ്മാൻ. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം? ജൂലൈ 4. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്? കുമ്പളങ്ങി. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത്? പിസികൾച്ചർ. കണ്ണിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? റെറ്റീന. മാവിന്റെ സസ്യശാസ്ത്ര നാമം? മാഞ്ചിഫെറ ഇൻഡിക്ക. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം? പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്? ഇടമലക്കുടി. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്? പുഴയ്ക്കൽ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്? ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്നത്? ക്രൊമാറ്റിൻ ജാലിക. ട്രാക്കികാർഡിയ എന്നാൽ എന്ത്? കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം? ഘർഷണ ബലം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്? അയൺ പൈറേറ്റ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള? നെല്ല്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്? മലമ്പുഴ ഡാം. ഓസോൺ ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബർ 16.
മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്? പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സഹോദരൻ അയ്യപ്പൻ. നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത? മാഡം ക്യൂറി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്? വിനോബ ഭാവെ. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം? 1901. ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? ഇരുമ്പ്. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം? ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചെരിവ്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി? കബനി. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി? ഉപ്പള. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റിലം എന്ന് വിളിപ്പേരുള്ള നഗരം? കൊൽക്കത്ത. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം? മിതവാദി. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം? DNA. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം? 3. അവ ദൃഢപടലം, രക്തപടലം, റെറ്റീന. ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന? ഇഷിഹാര ടെസ്റ്റ്. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്? വന സംരക്ഷണം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ്? പാർസെക്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ? പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം? ആനമല വന്യജീവി സങ്കേതം. പെറ്റ്ലാൻഡ് ഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കൽ. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശൂർ പൂരം. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗമാണ് ബ്ലാക്ക് ബക്ക്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി? പാർത്ഥസാരഥി കമ്മിറ്റി. ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം? ലക്കം വെള്ളച്ചാട്ടം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ? മാർഗറിൻ. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ.
കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആര്? ഡോക്ടർ പൽപ്പു. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? കൈതച്ചക്ക. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? 190 വർഷം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? സൗരോർജം. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട? അഞ്ചുതെങ്ങ് കോട്ട. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം? വില്ലൻ ചുമ. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്? രബീന്ദ്രനാഥ് ടാഗോർ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഏത്? ഭരതനാട്യം. ബാരീസ് എന്നറിയപ്പെടുന്ന നദി? പമ്പ. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ. അക്കാമ ചെറിയാന്റെ ആത്മകഥ? ജീവിതം ഒരു സമരം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി? ശാന്തി പ്രസാദ് ജെയിൻ. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത്? മക്സസെ അവാർഡ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്കിലാണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം? ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ ഇ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂൺ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്? അഡ്രിനാലിൻ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത്? ലോകസഭ. പട്ടുനൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം? സെറിസിൽ. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി? തിരുക്കുറൽ. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴ. ധാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ജാർഖണ്ഡ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? 2015 ജനുവരി 1. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായി ആചരിക്കുന്നു? മഹാപരിനിർവാണ ദിവസ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്? ഫോമിക് ആസിഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. കണ്ണുനീരിൽ കാണുന്ന ലോഹം? സിങ്ക്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ? ദാദാഭായ് നവറോജി. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം? മഞ്ഞ.
ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്ന കൊടുമുടി ഏത്? എവറസ്റ്റ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഫ്രാങ്കോയി മാർട്ടിൻ. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്? കമ്പൻ. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ക്രയോജനിക്സ്. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം? മീഥെയ്ൻ. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്? ഫോമിക് ആസിഡ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്? 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? തെങ്ങ്. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്? കോക്ലിയ. വസൂരിക്ക് കാരണമായ രോഗകാരി? വേരിയോള വൈറസ്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു? മയോഗ്ലോബിൻ. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം? അപവർത്തനം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺവെക്സ് ലെൻസ്. അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ ആരുടെ രചനയാണ്? നിരാത് സി ചൗധരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ? അന്ന രാജം മൽഹോത്ര. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം? നവംബർ 30. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആര്? കാളിദാസൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം? മീസോസ്ഫിയർ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണ്ണടി. ഞെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം? ജയ്സാൽമീർ. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഹിലി എന്ന് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത്? ഏഴിമലയാണ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം? കൂടംകുളം. കൊച്ചി രാജ്യത്ത് വൈദ്യുതി സമരകാലത്ത് കേരളൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഇക്കണ്ഠ വാര്യർ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക? മേധ പട്കർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏത്? ഗോളര സന്ധി. ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത? AV കുട്ടിമാളു അമ്മ. ഐക്യരാഷ്ട്രസഭയിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ബോളിവുഡ് ചിത്രം? ലഗേ രഹോ മുന്ന ഭായ്. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി? ലിട്ടൺ പ്രഭു.
ഇബൻ ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമായി രേഖപ്പെടുത്തിയ സ്ഥലം ഏത്? കൊല്ലം. മുതിമാൻ കമ്മിറ്റിയുടെ രൂപവൽക്കരണത്തിന് പരിശ്രമിച്ച പാർട്ടി? സ്വരാജ് പാർട്ടി. ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസിന് ഏത് നിറം ലഭിക്കും? വെളുപ്പ്. തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം? ആന്റിമണി സൾഫൈഡ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം? 1929. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. ലോക ആദിവാസി ദിനം ഓഗസ്റ്റ് 9. രാജാറാണി സംഗീതോത്സവം നടക്കുന്ന സംസ്ഥാനം? ഒഡീഷ. കൊല്ലവർഷം 1112. തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ചെവിയിലാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? 1628. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? ജീവകം സി. മിന്നൽ പിണറുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള ബംഗാളിലെ സ്ഥലം? ഡാർജിലിംഗ്. വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ ആര്? RK ഷൺമുഖം ചെട്ടി. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? സാർക്കോമ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം? സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിലെ ഭാഗം? ന്യൂറൽ കന. ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ്? ട്രൈക്കസ്പിഡ് വാൽവ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്ര? 7. ബ്രിട്ടന്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശവാദത്തിനുള്ള ശരിയായ അവസരം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത് ആരാണ്? ആനി ബസന്റ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം? കേവല ഭൂരിപക്ഷം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്? അമ്മന്നൂർ മാധവ ചാക്യാർ. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വസൂരി. ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്നത്? മലമ്പനി. ബ്ലാക്ക് ജോണ്ടീസ് എന്നറിയപ്പെടുന്നത്? എലിപ്പനി. രോഗവാഹകരുടെ ഏത് അവയവത്തിലാണ് എലിപ്പനിയുടെ രോഗകാരിയായ ലെപ്റ്റോസ്പൈറ കുടിയിരിക്കുന്നത്? വൃക്ക. ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം? രാമപ്പ ക്ഷേത്രം, തെലുങ്കാന. സ്വതന്ത്ര മയ്യഴിയുടെ ആദ്യ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു? IK കുമാരൻ മാസ്റ്റർ. ആരുടെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? കാറൽ മാർക്സ്. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്? മാല സെൻ. എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ ഏത്? S. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം? വിറ്റാമിൻ B12. ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോബ്ഡ് എന്നത്? വാങ്കാരി മാതായി.
രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം ഏത്? മട്ടാഞ്ചേരി കൊട്ടാരം. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്രാൻസിയം. ദേശീയ ചെറുകിട വ്യവസായ ദിനം ഓഗസ്റ്റ് 30. ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി സ്വർണ്ണത്തവള. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാ സാഹേബ്. കണ്ടക്കൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആര്? PK കുഞ്ഞാക്കമ്മ. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിന് എതിരെ സഞ്ചരിക്കുന്ന അവസ്ഥ അതിദ്രാവകത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി. എവിടെയാണ് കസ്തൂർബ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത്? പൂനെയിലെ അഗാഖാൻ കൊട്ടാരവളപ്പിൽ. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി കബനി. ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയം. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ്. മൾബറി കൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? മോറികൾച്ചർ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N കരുൺ. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറ. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്ര. ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറിലിയം. ലോക ഗണിത ദിനം മാർച്ച് 14. ദേശീയ ഗണിത ദിനം ഡിസംബർ 22. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് സുഭദ്രകുമാരി ചൗഹാൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23. ലോക സമുദ്ര ദിനം ജൂൺ 8. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്മോണ്ട്. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16. ലോക മഴക്കാട് ദിനം ജൂൺ 22. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സീലിയറി പേശികൾ. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലെ കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗം അക്ഷാസ്ഥിക്കൂടം. കൈമുട്ട് കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി വിജാഗിരി സന്ധി. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധി. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങൾ ആക്റ്റിൻ മയോസിൻ. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? മയോഗ്ലോബിൻ. ഇന്ത്യൻ IT വ്യവസായത്തിന്റെ പിതാവ് FC കോലി. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? RK ഷൺമുഖം ചെട്ടി.
ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച വർഷം 1968. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. ഭീമനെ നായകനാക്കി രണ്ടാം മൂഴം എന്ന നോവൽ രചിച്ചത് ആര്? MT വാസുദേവൻ നായർ. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അറിയപ്പെടുന്നത് അനോസ്മിയ. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ക്രമരഹിത ചലനം. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ: പച്ച, ചുവപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര. മറാത്ത സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനം നേത്ര. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇവ ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. മഴയുടെ തോത് അളക്കുന്നതിനുള്ള ഉപകരണം വർഷമാപിനി. ഒരു കോസ്മിക് വർഷം എന്നത് 25 കോടി വർഷങ്ങൾ. ശൂന്യാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിന്റെ സാന്നിധ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണെണ്ണ വിമുക്ത നഗരം ഡൽഹി. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആറന്മുള പൊന്നമ്മ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം. 1998 മെയ് 17. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഭാരത്. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണം വയലറ്റ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരം അന്തരീക്ഷമർദ്ദം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം K. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി.
ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2011. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം. കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനം ആയത് 2018 മെയ് 1 മുതൽ. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം 1997 നവംബർ 23. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. പാകമാവുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം ഞവര. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ലാഹോർ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഫുള്ളറിൻ. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. കൃത്രിമ മഴ പെയ്യ്ക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം സിൽവർ അയഡൈഡ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കുരുമുളക് പന്നിയൂർ. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്ക്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദ ശില. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നഫ്തലിൻ. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡ്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി. അണ്ണ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം അനുസാറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലൻ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ഡയോപ്റ്റർ. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഓസിൻ. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആന. തിരുവിതാംകൂറിൽ ദേശസേവികാ സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് അക്കാമ ചെറിയാൻ. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ. മഴക്കോട്ടുകൾ, ടെന്റുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധ സ്വഭാവത്തിന് കാരണം പ്രതലബലം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളക്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുജാലകങ്ങൾ. ഡൈനാമോ കണ്ടുപിടിച്ചത് ആര്? മൈക്കൽ ഫാരഡെ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഒരു നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് അതിൻ്റെ താപനിലയെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം സാത്രിയ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലാനോബിസ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമേത്? സാന്തോഫിൽ. സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡയോക്സൈഡ്. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിൽ ഉള്ളത്? കാൽഷ്യം കാർബണേറ്റ്. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ കണ്ടൽ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലിക. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആയിട്ട് ആചരിച്ചത് എന്ന്? 2020 ഫെബ്രുവരി 27. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഓടക്കുഴൽ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951.
ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള നെല്ല്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര് ആംബ്ലിയോപ്പിയ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അമിനോ അമ്ലങ്ങൾ. തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനസംരക്ഷകൻ. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. അന്തർദേശീയ കടുവാ ദിനം ജൂലൈ 2. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൺ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. ശാസ്ത്രീയമായ മത്സ്യകൃഷി പിസികൾച്ചർ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രോമിത്യ. ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്? കാർസിനോമ. ത്വക്ക്. ഉത്തരാഖണ്ഡിലെ നൈനിത്താളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? രാംഗംഗ. അരിക്നർ അണ്ണ സുവോളജിക്കൽ ഗാർഡൻസ് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ. കാർബൺ 14 ഐസോടോപ്പിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? 5730 വർഷം. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം. അവസാനത്തെ ചോദ്യം, വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.